ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ മക്കളെല്ലാവരും 7th CBSE എക്സാംസ് ഗംഭീരമായി എഴുതി നിങ്ങളുടെ 8th CBSEയിലേക്ക് കടക്കാൻ റെഡി ആയിരിക്കുകയാണെന്ന് സാറിനറിയാം. ഒരുപാട് മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ 8th CBSEയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, 7th CBSE പോലെയാണോ 8th CBSE എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ മക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ മക്കളെ, പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 7th CBSE പോലെ അല്ല 8th CBSE. ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് 8th CBSEയിൽ പഠിക്കാനുണ്ട്. വളരെ മികച്ച രീതിയിൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയോടെ 8th CBSE പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന ക്ലാസ്സുകളിലേക്കുള്ള പഠനം വളരെയധികം എളുപ്പമാക്കാൻ അതുകൊണ്ട് സാധിക്കും. മക്കൾ, ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 8th CBSEയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ബയോളജി ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ 7th CBSEയിൽ പഠിച്ച ബയോളജി അല്ല 8th CBSEയിലേക്ക് വരുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റുകൾ അധികം വരുന്നൊരു ചാപ്റ്ററാണ് ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ പ്രാക്ടീസ് പഠിക്കുന്നുണ്ട്, ഫാമിംഗ് ടെക്നിക്ക്, ടൈപ്സ് ഓഫ് ക്രോപ്പ്, ടൈപ്സ് ഓഫ് സീസൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണത്. സോ ഒരു കുട്ടിക്ക് എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആണെങ്കിൽ മാത്രമേ മികച്ച മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന 9th CBSEയിൽ ഈ സെയിം ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ കാര്യങ്ങൾ 9th CBSEയിൽ പഠിക്കാനുമുണ്ട്. സോ മക്കളെ, ഈ കോൺസെപ്റ്റുകളൊക്കെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച്. മക്കൾ, ആരെങ്കിലും യോധ ട്യൂഷൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഈ അക്കാഡമിക് ഇയർ മികച്ച രീതിയിൽ പഠിക്കാം യോധ ബാച്ചിനോടൊപ്പം.